ആകാശവാണി വാർത്താ വീക്ഷണം. സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തൺ സമഗ്ര മാറ്റത്തിനായി യുവശക്തി. തയ്യാറാക്കിയത് കെ.സി. അനിൽകുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. അവതരണം വി. ഗോപകുമാർ. ഒരു പ്രശ്നവും വളരെ വലുതല്ല, ഒരു ആശയവും തീരെ ചെറുതുമല്ല എന്ന സന്ദേശം വിളംബരം ചെയ്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ആവിഷ്കരിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ ഇന്നൊവേഷൻ വേദിയായ സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തൺ രാജ്യവ്യാപകമായി പുരോഗമിക്കുകയാണ്. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥികളുടെ ക്രിയാത്മക ചിന്തകൾ ഉണർത്തി, നൂതന ആശയങ്ങൾ രൂപപ്പെടുത്തി നവസംരംഭങ്ങൾ വികസിപ്പിച്ചെടുക്കുക എന്നതാണ് ലക്ഷ്യം. ആശയങ്ങളും കഴിവുകളും വൈദഗ്ധ്യവും പ്രദർശിപ്പിക്കാൻ ഒരു വേദി. വിവിധ മന്ത്രാലയങ്ങളിലെയും സർക്കാർ വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ള തുറന്ന ആശയവിനിമയത്തിനുള്ള വേദിയായി ഹാക്കത്തൺ ഗ്രാൻഡ് ഫിനാലെ മാറുകയാണ്. ദേശീയ പ്രാധാന്യമുള്ള മേഖലകളുമായും ദേശീയ മുൻഗണനകളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന 17 വിഷയങ്ങളിൽ മന്ത്രാലയങ്ങളോ വകുപ്പുകളോ വ്യവസായങ്ങളോ നൽകുന്ന പ്രശ്ന പ്രസ്താവനകളിൽ ഏതെങ്കിലും ഒന്നിൽ വിദ്യാർത്ഥികളുടെ ടീമുകൾ പ്രവർത്തിച്ച് ആശയങ്ങൾ സമർപ്പിക്കുന്ന രീതിയാണിത്. ഏറ്റവും പ്രാവീണ്യമുള്ള യുവമനസ്സുകളെ ഒരുമിച്ച് കൊണ്ടുവരാനും ആശയങ്ങൾ പ്രാവർത്തികമാക്കാനും ഉള്ള പ്രയത്നം. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള വിവിധ മന്ത്രാലയങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവയുമായി സഹകരിച്ച് കേന്ദ്ര സാങ്കേതിക വിദ്യാഭ്യാസ കൗൺസിലാണ് ഹാക്കത്തൺ നടത്തുന്നത്. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ എന്നീ 2 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. സോഫ്റ്റ്വെയർ വിഭാഗം ബുധനാഴ്ച രാവിലെ മുതൽ 36 മണിക്കൂർ തുടർച്ചയായി പ്രവർത്തിച്ചു. അതേസമയം ഹാർഡ്വെയർ വിഭാഗം ഈ മാസം 15 വരെ തുടരും. നവീകരണത്തിന്റെയും പ്രശ്നപരിഹാരത്തിന്റെയും സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സൃഷ്ടിച്ച പ്രമുഖ ദേശീയ സംരംഭമാണ് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തൺ. വിദ്യാർത്ഥികൾക്ക് യഥാർത്ഥ ആഗോള പ്രശ്നങ്ങൾക്ക് നൂതനമായ പരിഹാരങ്ങൾ വികസിപ്പിക്കുന്നതിനും അവതരിപ്പിക്കുന്നതിനുമുള്ള ചടുലമായ ഒരു വേദി ഈ സംരംഭം വാഗ്ദാനം ചെയ്യുന്നു. വിമർശനാത്മകമായും ക്രിയാത്മകമായും ചിന്തിക്കാൻ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ അക്കാദമിക് പഠനവും പ്രായോഗിക രീതികളും തമ്മിലുള്ള നിലവിലെ വിടവ് നികത്താൻ ഹാക്കത്തൺ ശ്രമിക്കുന്നു. ദൈനംദിന ജീവിതത്തിൽ കഠിന സമ്മർദ്ദത്തിന് കാരണമാകുന്ന വെല്ലുവിളികളെ നേരിടാനും പരിഹാര നിർദ്ദേശങ്ങൾ കണ്ടെത്താനും വിദ്യാർത്ഥികളെ പ്രാപ്തമാക്കുകയാണ് ഉദ്ദേശം. ഇന്റേണൽ ഹാക്കത്തണിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ഫിനാലെയിൽ രജിസ്ട്രേഷൻ അനുവദിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിലും നൈപുണ്യ വികസനത്തിലും നവീകരണം, ആധുനികവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിൽ മന്ത്രാലയങ്ങളുടെ വർദ്ധിച്ച പങ്കാളിത്തം, സർക്കാർ സംരംഭങ്ങൾക്ക് വേണ്ടിയുള്ള പഠന ഗവേഷണ സഹകരണം എന്നിവ പ്രധാന ആശയവിനിമയ ലക്ഷ്യങ്ങളാണ്. പോർട്ടലിൽ പോസ്റ്റ് ചെയ്യുന്ന ഓരോ പ്രശ്ന പ്രസ്താവനയ്ക്കും ഒരു വിജയി ടീം ഉണ്ടാകും. ഏറ്റവും നല്ല പരിഹാരമാർഗം കണ്ടെത്തുന്ന ഓരോ ടീമിനും 1 ലക്ഷം രൂപ സമ്മാനം ലഭിക്കും. സംസ്ഥാനതല ആഭ്യന്തര ഹാക്കത്തണുകളുടെ എണ്ണത്തിലെ 150% വർധന ഈ വർഷത്തെ ഹാക്കത്തണിനെ ഇതുവരെയുള്ളതിൽ ഏറ്റവും വലിയ ഇന്നൊവേഷൻ വേദിയാക്കി മാറ്റി. 49,000 വിദ്യാർത്ഥി ടീമുകൾ ദേശീയ റൗണ്ടിലേക്ക് മുന്നേറുകയും 1300-ലധികം ടീമുകൾ ഗ്രാൻഡ് ഫിനാലെയിൽ പ്രവേശിക്കുകയും ചെയ്തു. കേരളത്തിലെ കോട്ടയം ഉൾപ്പെടെ രാജ്യത്തെ 51 നോഡൽ കേന്ദ്രങ്ങളിലാണ് ഹാക്കത്തൺ സംഘടിപ്പിക്കുന്നത്. ദേശീയ പ്രാധാന്യമുള്ള മേഖലകളുമായി ബന്ധപ്പെട്ട 17 ആശയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സ്റ്റുഡന്റ് ഇന്നൊവേഷൻ വിഭാഗത്തിൽ ടീമുകൾക്ക് അവരുടെ ആശയങ്ങൾ സമർപ്പിക്കാം. ആരോഗ്യ സംരക്ഷണം, വിതരണ ശൃംഖലയും ലോജിസ്റ്റിക്സും, സ്മാർട്ട് സാങ്കേതികവിദ്യ, പൈതൃകവും സംസ്കാരവും, സുസ്ഥിരത, വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, ദുരന്ത നിവാരണം തുടങ്ങിയ മേഖലകളിലെ ആശയങ്ങൾ തിരഞ്ഞെടുക്കാം. കോട്ടയത്ത് അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ 200ഓളം വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. ദൈനംദിന ജീവിതത്തിൽ ആളുകൾ അഭിമുഖീകരിക്കുന്ന 5 പ്രശ്നങ്ങൾക്ക് സാങ്കേതിക സഹായത്തോടെ പരിഹാരമാർഗങ്ങൾ കണ്ടെത്താനാണ് ശ്രമം. ഇന്ത്യ ലോകത്തിലെ മുൻനിര ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണെന്ന് ഹാക്കത്തണിൽ യുവ ഗവേഷകരെയും വിവിധ രംഗങ്ങളിൽ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ യുവ പ്രതിഭകളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 21-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ളവരാണ് യുവാക്കൾ. അവരുടെ കാഴ്ചപ്പാടും സമീപനവും ഇന്ത്യയുടെ ഭാവിയിൽ നിർണായകമാണ്. ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യാൻ അവരുടെ ആശയങ്ങൾക്ക് കഴിയും. രാജ്യം പുതിയ വെല്ലുവിളികൾ നേരിടുമ്പോൾ അസാധാരണമായ നൂതന ആശയങ്ങളുമായി യുവ പ്രതിഭകൾ മുന്നോട്ട് വരുന്നു. ദിവ്യാംഗരായ കുട്ടികളുടെ ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിയ ടീമിനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. അവർക്കുവേണ്ടി വെർച്വൽ റിയാലിറ്റി സുഹൃത്ത് എന്ന ഉപകരണം നിർമ്മിക്കുന്നതിനുള്ള പ്രശ്ന പ്രസ്താവനയിൽ പ്രവർത്തിച്ച ശ്രീനഗറിലെ ബിഗ് ബ്രെയിൻസ് ടീം അംഗവുമായി പ്രധാനമന്ത്രി സംവദിച്ചു. കഴിഞ്ഞ 7 വർഷങ്ങളിൽ നടന്ന സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തണിന്റെ ടീമുകൾ അവതരിപ്പിച്ച പരിഹാര നിർദ്ദേശങ്ങൾ ഇപ്പോൾ വിവിധ മന്ത്രാലയങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. ഹാക്കത്തണുകൾ ഔപചാരിക പരിപാടി മാത്രമല്ല,
ജനോപകാരപ്രദമായ ഭരണ മാതൃകയുടെ ഭാഗമായി യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ നൽകാനുള്ള ഒരു മാർഗം കൂടിയാണ്. വിവിധ മേഖലകളിൽ ഇന്ന് ഡ്രോണുകൾ വ്യാപകമായി ഉപയോഗിക്കുകയാണ്. നമോ ഡ്രോൺ ദീദി പദ്ധതിയെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി വിദൂര പ്രദേശങ്ങളിൽ മരുന്നുകളും അവശ്യവസ്തുക്കളും എത്തിക്കാൻ ഡ്രോണുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി. ഇന്ത്യയിലെ യുവാക്കളെ ആഗോളതലത്തിൽ മികച്ചവരാക്കാനുള്ള ഫലപ്രദമായ വേദിയായി സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തൺ മാറിയതിൽ ശ്രീ നരേന്ദ്രമോദി സന്തുഷ്ടി പ്രകടിപ്പിച്ചു. 2025 ജനുവരിയിൽ വികസിത ഭാരത യുവ നേതാക്കളുടെ സംവാദം നടക്കുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. വിദ്യാർത്ഥികൾ വികസിത് ഭാരതത്തിന്റെ സാരഥികളാണെന്നും അവരുടെ ശാക്തീകരണത്തിലൂടെ ലോകത്തിന്റെ സമകാലിക വെല്ലുവിളികൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നും ഹാക്കത്തൺ ഉദ്ഘാടനം ചെയ്ത കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അഭിപ്രായപ്പെട്ടു. ഈ വർഷത്തെ ഹാക്കത്തണിൽ വിവിധ കേന്ദ്ര മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ, സംസ്ഥാന സർക്കാരുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, വ്യവസായങ്ങൾ എന്നിവയിൽ നിന്ന് 250-ലധികം പ്രശ്ന പ്രസ്താവനകൾ അഥവാ ആശയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് പങ്കാളിത്തത്തിലും സഹകരണത്തിലും ശ്രദ്ധേയമായ വർധനവാണ് പ്രതിഫലിപ്പിക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം, ആയുഷ് മന്ത്രാലയം, ISRO, NTRO, DRDO എന്നിവയാണ് കൂടുതൽ നൂതന ആശയങ്ങളും പ്രവർത്തന നിർദ്ദേശങ്ങളും മുന്നോട്ട് വച്ചിട്ടുള്ളത്. ചന്ദ്രനിലെ ഇരുണ്ട പ്രദേശങ്ങളുടെ ചിത്രങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ISROയുടെ സംരംഭം, നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഗംഗാജലത്തിന്റെ ഗുണമേന്മ നിരീക്ഷിക്കുന്നതിനുള്ള ജലശക്തി മന്ത്രാലയത്തിന്റെ ആശയം, നിർമ്മിത ബുദ്ധിയുമായി സംയോജിപ്പിച്ച് ആയുഷ് മന്ത്രാലയം വികസിപ്പിക്കുന്ന സ്മാർട്ട് യോഗ മാറ്റ് എന്നിവ പ്രധാന സംരംഭങ്ങളിൽ ഉൾപ്പെടുന്നു. ഗ്രാൻഡ് ഫിനാലെ ഒരു ഇന്നവേഷൻ വാർ റൂം ആയാണ് പ്രവർത്തിക്കുന്നത്. അവിടെ വിദ്യാർത്ഥികൾക്ക് സങ്കീർണമായ ആഗോള പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയും. അതുവഴി നൂതന സംരംഭങ്ങൾക്കായുള്ള സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും വിവിധ പ്രവർത്തന മേഖലകളിലെ വെല്ലുവിളികൾ അഭിമുഖീകരിക്കാനും പരിഹാരം കാണാനും അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. നവീകരണത്തിന്റെയും സഹകരണത്തിന്റെയും അവസരത്തിന്റെയും മാർഗ്ഗദീപമായി സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തൺ നിലകൊള്ളുന്നു. 2017 ആരംഭിച്ചതു മുതൽ 13.91 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളുടെ ജീവിതത്തെ ഹാക്കത്തൺ ക്രിയാത്മകമായി സ്വാധീനിച്ചു. ഇത് ആശയ സമർപ്പണങ്ങളിൽ 7 മടങ്ങ് വർധനവിന് കാരണമായി. മാത്രമല്ല, ഇത് വിലയേറിയ തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഇന്നുവരെ ഹാക്കത്തണിൽ പങ്കെടുത്ത മുൻ വിദ്യാർത്ഥികൾ 100-ലധികം സ്റ്റാർട്ടപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവയിൽ പലതും കരുത്തുറ്റ സാമൂഹിക മാനങ്ങൾ ഉള്ളവയാണ്. 2023 വാർത്താവിതരണ പ്രക്ഷേപണം, ഊർജം, ആയുഷ്, ജലവിഭവം, മൃഗപരിപാലനം, ദുരന്ത നിവാരണം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, റെയിൽവേ തുടങ്ങിയ മേഖലകളിലായി 30 പദ്ധതികൾ വിജയകരമായി നടപ്പാക്കി. ഈ പദ്ധതികൾ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുക മാത്രമല്ല, നിർണായകമായ സാമൂഹിക വെല്ലുവിളികളെ നേരിടാൻ പര്യാപ്തമാവുകയും ചെയ്തു. പ്രശ്നപരിഹാരത്തിലുപരി രാജ്യത്തുടനീളം ഒരു ഹാക്കത്തൺ സംസ്കാരം വളർത്തുകയും ചെയ്തു. വിവിധ സർക്കാർ വകുപ്പുകളെയും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും അവരുടെ സ്വന്തം ഹാക്കത്തണുകൾ സംഘടിപ്പിക്കാൻ ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. 2024 ഗ്ലോബൽ ഇന്നൊവേഷൻ സൂചികയിൽ 139 രാജ്യങ്ങളിൽ ഇന്ത്യ 39ാം സ്ഥാനത്താണ്. ഒരു മികച്ച ആശയം കൊണ്ടുവരികയും അത് സുസ്ഥിര വികസനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ഗവേഷണവും കണ്ടുപിടുത്തവും സമൂഹത്തിനും രാജ്യത്തിനും ഗുണകരമാകുന്നത്. അത് ഫലപ്രദമായി അവതരിപ്പിക്കാനും തെളിയിക്കാനുമുള്ള ഒരു വേദി കൂടിയാണ് ഹാക്കത്തൺ. വരും കാലങ്ങളിൽ അത് തീർച്ചയായും ഇന്ത്യയുടെ വളർച്ചാപാത മെച്ചപ്പെടുത്തും. കേവലം ഒരു ഹാക്കത്തൺ എന്നതിന് അതീതമായി നവീകരണത്തിനായുള്ള ഒരു ദേശീയ പ്രസ്ഥാനമാണ് ഈ സംരംഭം. സ്മാർട്ടായിരിക്കുക, സുരക്ഷിതരായിരിക്കുക എന്നതാകട്ടെ ആപ്തവാക്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വയം പര്യാപ്തത എന്ന കാഴ്ചപ്പാടും സാങ്കേതിക മുന്നേറ്റങ്ങളിൽ ഇന്ത്യ വഹിക്കുന്ന ആഗോള നേതൃത്വവുമാണ് ഈ പ്രസ്ഥാനത്തിന്റെ കാതലും കരുത്തും. അഭൂതപൂർവമായ പങ്കാളിത്തവും ശക്തമായ സഹകരണ പ്ലാറ്റ്ഫോമും ഉപയോഗിച്ച് പ്രശ്നപരിഹാരത്തിലും നവീകരണത്തിലും പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുന്നതിനാണ് ഈ സംരംഭം സജ്ജീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ വളർച്ചാപാത രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കാൻ തയ്യാറാകുന്ന യുവ നവോത്ഥാന നായകരെ കണ്ടെത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ചലനാത്മക വേദിയായി സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തൺ നിലനിൽക്കുമെന്നതിൽ നമുക്ക് അഭിമാനിക്കാം. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തൺ, സമഗ്ര മാറ്റത്തിനായി യുവശക്തി.